ഒരു സ്റ്റില്ലാണ്, ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചോദ്യം ഉണ്ടാവും. ഓക്കെ, ചോദ്യം പ്രതീക്ഷിച്ചിരിക്കുന്നത് ആ മറ്റേ ബ്ലർ ചെയ്ത് കാണിച്ച ഫേസ് ആരുടെ ആയിരിക്കും എന്നുള്ളതല്ലേ? അങ്ങനെയുള്ള ചോദ്യമല്ല. ഏത് പ്രശസ്ത അർജന്റീനക്കാരനാണ് ചിത്രത്തിന്റെ ഈ നോവലിന്റെ കവർ പേജിൽ നൽകിയിട്ടുള്ളത്? അർജന്റീനക്കാരൻ എന്നുള്ളത് വെച്ചിട്ട് മാറിപ്പോണ്ട ചിന്ത, ചിന്തിച്ചത് ആയിരുന്നു പിന്നീട്. ഉറപ്പായിട്ടും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അറിയുന്നത് അദ്ദേഹത്തെ വേറൊരു രാജ്യവുമായിട്ട് ചേർത്താണ്. ശരി, ഉത്തരം പറയും. ചെഗുവേര. ഗുവേര ഷേ എന്ന് വിളിപ്പേരിൽ എടുപ്പെടുന്ന അർജന്റീനക്കാരനാണ്. പക്ഷേ നമ്മളിപ്പോഴും ക്യൂബ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് ചേർത്താണ് ഷെഗുവേരയുടെ പേര് കേൾക്കാറ്, അല്ലേ? അപ്പൊ അർജന്റീനക്കാരനാണെന്നുള്ളത് ഉറപ്പാണോ പുള്ളി? അർജന്റീനക്കാരായിരുന്നു. ക്യൂബയായിട്ട് ചേർത്ത് വെച്ച ആ പോരാളിയെ നമ്മൾ എപ്പോഴും അറിഞ്ഞിരുന്നത്. വളരെ ശരിയായി. ഷെഗുവേരയാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഓഡിയൻസ് ഉത്തരം പറഞ്ഞിരുന്നോ? മിഥുനെ, ഇവർക്കൊരു ചാൻസ് നമ്മൾ ഒരു ഓപ്ഷൻ കൊടുക്കാറില്ല. രണ്ടുപേരിൽ ആരെങ്കിലും തോറ്റാലല്ലേ പറ്റുള്ളൂ. അല്ല, അതുപോട്ടെ, അത് തോൽക്കില്ല. അല്ല, ഇവർക്കൊരു ചാൻസ് കൊടുക്കണം. ഞാനൊരു കാര്യം പറയാം. ഞാനൊരു പാട്ട് പാടിയിട്ട് അത് ഏത് സിനിമയിലാന്ന് ഇവര് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു സമ്മാനം കൊടുത്തോളൂ. പുള്ളി ക്വിസ്മാസ്റ്ററായി, അതിനിടെ കൂടെ പുള്ളിയുടെ പാട്ട് പാടാനുള്ള അവസരവുമായി കൊടുക്കണം. അതായത് സമ്മാനം ആര് കൊടുക്കണം? സാർ, ഇതിന് പറയുന്നത് എന്താ അറിയോ? എന്റെ പല്ലി സെറ്റ് എടുത്ത് വെച്ച് എന്നെ നോക്കി ചിരിക്കും. ആ പാട്ടിലോട്ട് കിടക്കാം അല്ലേ എന്ന്? അല്ലേ? അല്ല, ഇതിന്റെ കഴിയണ്ടേ ഇവരെ ഇത് കൊടുക്കാം. അവർക്കൊരു ക്ഷീണം ഉണ്ടാവും ആ പാട്ട് കേട്ട് കഴിയും. അപ്പൊ അത് വെച്ച് അവർ കളിക്കട്ടെ. അപ്പൊ നമുക്ക് എന്തായാലും പാട്ട് കേട്ടിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റണാണെങ്കിൽ മാത്രം നിങ്ങളോട് ചോദിക്കാം. ആദ്യം പാട്ട് മാത്രമായിട്ട് തൽക്കാലം ഒന്ന് കേൾക്കാം. ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടക്കാറുണ്ടിവിടെ, സ്വപ്നങ്ങൾ ആഘോഷം നടത്താറുണ്ടിവിടെ, മേൽശാന്തിയില്ലാതെ മന്ത്രങ്ങൾ ചൊല്ലാതെ കലശങ്ങളാടാറുണ്ടിവിടെ, ഓർമ്മകൾ ശിവേലി കൂടാറുണ്ടിവിടെ. മിഥുൻ ചോദിച്ചോ ഇതേത് സിനിമയിലാണ്? ഇതില് ആ ചോദ്യം ചോദിച്ച ആ പാവങ്ങൾ പെടും സർ. ഞാൻ സാറിന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം ചോദിച്ചു. ഓക്കെ, താങ്ക് യു. പാട്ട് അസലായിട്ട് പാടി എല്ലാരും നല്ല കൈ കൊടുത്ത്. പക്ഷേ എനിക്ക് തോന്നുന്നു സാറിന്റെ ആ ഒരു കഴിവുകളുടെ ഇടയിൽ ഒന്ന് പിറകിലോട്ട് മാറി നിന്ന് പാടുന്ന ഒരാളെ ഞാൻ കണ്ടു. ഒന്ന് പാടി നോക്കുന്നില്ല? ഇല്ല. മണിക്കൂട്ടൻ നേരത്തെ പ്രാക്ടീസ് ചെയ്തു. മണിക്കൂട്ടനെ വെച്ച് നമ്മൾ എന്തായാലും പാട്ട് പാടിക്കുന്നുണ്ട്. സാർ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വന്നതല്ലേ ഇപ്പൊ? അതെ, ഒരു പാട്ടും കൂടി ഉണ്ട്, പക്ഷെ സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം. താങ്ക് യു. ഒരു പാട്ട് മതി. അപ്പൊ ഷെഗുവേര എന്ന് പറയുന്ന ശരി ഉത്തരം പറഞ്ഞ ഡോക്ടർ മണിക്കുട്ടൻ. ആര് പോകുന്നു? നമുക്ക് ടാസ്ക് നോക്കിയിട്ട് പോവാം അല്ലെ? അതെ, ടാസ്ക് എന്താണെന്ന് നോക്കിയിട്ട് തീരുമാനിക്കാം ആര് പോകുന്നു. ഓൾറെഡി ചെരുപ്പ് മീനാക്ഷി, എല്ലാം സെറ്റ് അല്ലേ മീനാക്ഷി? ഇവിടെ എല്ലാം സെറ്റാണ്. ഒരു വെറൈറ്റി ടാസ്ക് ആണ് ഇപ്രാവശ്യം ഉള്ളത്. അതായത് ഒരു ടിഷ്യൂ പേപ്പർ റോൾ ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ കയ്യിൽ ചുരുട്ടി തീർത്ത് കഴിയുമ്പോൾ ടാസ്ക് കഴിയും. ആര് പോകുന്നു? മായ സെറ്റ്. ധൈര്യമായിട്ട് പോയി കളിച്ചോ. 45 സെക്കൻഡ് സമയം ഇഷ്ടം പോലെ കേട്ടാ. ഓടൂ, വാരൂ, നേടൂ, ഗോ. ഇത് എങ്ങനെ വേണം ചെയ്തത്? എന്റെ അമ്മേ, ഓടി നടന്ന് ടാസ്ക് ചെയ്യാണ് ചേച്ചി. ഗിഫ്റ്റിന്റെ അടുത്തേക്ക് പോയി ചെയ്യാട്ടോ. ബുദ്ധിപരമായി കളിക്കുക. എവിടെയോ പോയി.
മനുഷ്യനെ പേടിപ്പിച്ചതല്ലോ. അല്ല പച്ചെടുക്കാൻ പാടിലേക്ക് അറിയില്ല. റെഡ് റിബൺ എന്ന് പറഞ്ഞാൽ പിന്നെ പച്ച എടുക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലേ കൂടെ കാല് ചൊറന്ന് തട്ടി വിളിട്ടേക്കാൻ, അത് കേട്ടില്ല. അങ്ങനെ പറ്റൂല, കൈകൊണ്ടന്നെ എടുക്കണം. എന്നാ ടിക്ക് വരുമ്പോ കൈ എടുത്താ പോരെ. അല്ല, ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട്. ചുമ്മാതല്ല ഈ ഡോക്ടറെ. സൈഡിലുള്ളത് കാലുകൊണ്ട് തട്ടിയിട്ടാ മതി. അത് അതിബുദ്ധിയാണ് ചെയ്യുന്നത്. അപ്പോ കിട്ടിയിരിക്കുന്ന സമ്മാനങ്ങൾ: ഒരു കെറ്റിൽ, വിറ്റാമിൻ ലേൻസീസ് നൽകിയിരിക്കുന്ന ഇലക്ട്രിക് കെറ്റിൽ, തെറ്റില്ല. ഒപ്പം ഇൻഡക്ഷൻ കുക്കർ. കെറ്റില് അത് ഞാൻ ആമസോണിൽ നോക്കിയപ്പോ 400-500 രൂപ വില ഉണ്ട്. അത് നോക്കിയെടുത്തല്ലേ. വില നോക്കി എടുത്തതല്ലേ. കൺഗ്രാറ്റുലേഷൻസ്.